ഇതേ ഇപ്പം ഇവിടെ കുങ്കുമപ്പൂ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് കുങ്കുമപ്പൂ പറിച്ചെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് ചെമ്മരിയാടിൻ്റെ രോമം വെട്ടുന്നത് കണ്ടോ. ലോഡ് കയറ്റാൻ പോകുന്നതൊക്കെ ചിലപ്പം ഉൾ ഗ്രാമങ്ങളിൽ കൂടെ അല്ലേ. ചായച്ചു പിടിച്ചു. ആ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ജമ്മു കാശ്മീരിലെ അവന്തിപ്പോറയിലാണുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളിലൊന്നാണ് കുങ്കുമപ്പൂവ്. അപ്പോൾ ഇന്ന് നമുക്ക് കുങ്കുമപ്പൂവിൻ്റെ തോട്ടം കാണാൻ പോവാം. പുത്തേ ട്രാവലോൻ്റെ കശ്മീർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്പിൾ കയറ്റാനായിട്ട് നമ്മൾ ശ്രീനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്തിപ്പോറ ടൗണിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് വരുവാണെങ്കിൽ മഞ്ഞുമലകളൊക്കെ കാണാം. മഞ്ഞുമലകളല്ല, മലകൾ ഇപ്പോഴും കാണാം. ഇപ്പം മലകളല്ലേ കാണുന്നുള്ളൂ, അന്നേരം മഞ്ഞുമലകൾ കാണാം. മഞ്ഞ് മൂടിയ മലകൾ അവിടെ നിർത്താനാണ്. മലയാളികളാണോ? മലയാളികളാണെന്ന് തോന്നുന്നു. കൈ കാണിക്കുന്നുണ്ട്. മുന്നിൽ എവിടെയെങ്കിലും നിർത്തായിരിക്കും. ജയിക്കാൻ വേണ്ടിയല്ല. അന്നേരം ഞാൻ ഓർത്തിനി കണ്ടപ്പോൾ എല്ലാവരെയും മലയാളികളെ പോലെ തോന്നുകയും ചെയ്തു. ഇതും ജലം നദിയാ, ജലമല്ല ജലം. അതെന്ത് കാക്കയെന്നുണ്ടോ? കാക്കയുണ്ട്, പ്രാവുണ്ട്. അയ്യോ ഇതുണ്ട്. ആഹാ നോക്കിയേ, ഹിമാലയൻ പർവ്വത നിരകളാണ് കാണുന്നത്. ഈ മരം എല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഉണക്ക മരം നിൽക്കുന്നവരുണ്ട്, ഉണക്കക്കമ്പ് നിൽക്കുന്ന പോലും ഇല്ലാതെ നിൽക്കും. കുതിരയെ മേയാൻ വിട്ടേക്കും. അതെ, കുതിര ലോഡില്ല. ചില വണ്ടി ലോഡ് അല്ല, ചില കുതിരയുടെ പുറത്ത് ലോഡുണ്ട്. പാമ്പോർ 12 കിലോമീറ്റർ. ഇതും ചലം നദിയാ. നദിയുടെ തീരത്തോട്ട് നോക്കിയേ, ചെമ്മരിയാട്. ഈ ചലം നദി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളഞ്ഞു വളഞ്ഞ വഴിക്ക് പലയിടത്തും ക്രോസ് ചെയ്യുന്നുണ്ട്. ശ്രീനഗർ 25 കിലോമീറ്റർ, പാമ്പോർ 12 കിലോമീറ്റർ. ഉണ്ടോ അവന്തിപ്പോറ ടൗണിൽ നിന്ന് വരുന്ന വഴിയായത്. റൈറ്റിലേക്ക് അവന്തിപ്പോറ. അപ്പം ഇതാ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയാൽ ഇങ്ങോട്ട് പോകുന്നേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടാണോ അപ്പോൾ സെറ്റിൽ? ഇവിടെ 27 ഇയേഴ്സ് ആയിട്ട് ഇവിടെ. അപ്പം നാട്ടിലെവിടാ? നാട്ടിൽ ഇടുക്കി കട്ടപ്പന. ആ കട്ടപ്പന കേട്ടോ. അതെ, മേരികുളം. ഫാമിലി എല്ലാവരും ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽഡ് ആണോ? ജോലി തന്നെ? അപ്പോൾ ചർച്ചിലെ ഫാദറാ? ഓ, തിരുവനന്തപുരത്താ. നിങ്ങളപ്പോൾ കറങ്ങാൻ വന്നാണോ? അതോ നിങ്ങൾ വന്നപ്പം കറങ്ങാൻ വേണ്ടി ഇങ്ങനെ ശരി. ഞങ്ങൾ നിങ്ങളെ കാണാറുണ്ട്. ഞങ്ങളും മലയാളീസ് അല്ല വൈഫ്, പക്ഷെ നിങ്ങളെ അറിയാം. എല്ലാവർക്കും അറിയാം. മോളെ അറിയാം. ഫാദറിന്റെ പേരെങ്ങനെ? അജീപ്പൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡും ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന വണ്ടി പോയപ്പോഴേ ഞാൻ ഇവള് പറഞ്ഞു ജയിക്കാൻ വേണ്ടിയാ, മലയാളികളല്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മോൻ കണ്ടപ്പോ ഒരു സംശയം തോന്നി. ഫാമിലിയായിട്ട് ഞാനും വൈഫും പിന്നെ എന്റെ സിസ്റ്ററും. സിസ്റ്റർ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇതിനാന്നോ ചാടി കയറി. നിങ്ങളുടെ ഫാൻസ് പോകുന്ന പറഞ്ഞേ. ചേട്ടന്റെ പേര്? എന്റെ പേര് ഷെറിൻ. അവരെന്തിയാ അപ്പൊ? അവരെന്തിയെ? വൈഫൊക്കെ നമ്പർ വെച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക. ഇത്രയേറിയത് പട്ടാമ്പൂർ തൊട്ട് ജമ്മു വരെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, കണ്ടേ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇവിടെ എങ്ങാനാണോ? ഇവിടെ കണ്ട ഒരു ബാങ്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്ഥലം നോക്കിക്കേടാ, കണ്ടോ നല്ല വെറൈറ്റി പള്ളികള്. പെയിന്റിങ്ങിലാണ് അതിന്റെ വ്യത്യസ്തത. നമ്മുടെ ചലം നദിയുടെ തീരത്തോട് തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതെല്ലാം ടൂറിസ്റ്റുകളുണ്ട് ഇഷ്ടം പോലെ. എല്ലാ വീടുകളുടെയും മേൽക്കൂര ഇങ്ങനെ ചെരിച്ചാണ് നിർമ്മിച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ഈ മറ്റേ കേസറിന്റെ ഒക്കെ കടകളാണ്. കേസർ, മറ്റ് കുങ്കുമപ്പൂ, വാൾനട്ട്, ബദാം, എല്ലാ സാധനവും. പിന്നെ ബാറ്റിന്റെ കടകള്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കശ്മീരി കഹ്വാ പാനി കുടിച്ചിട്ട് കുങ്കുമപ്പൂ തോട്ടമൊക്കെ കാണാൻ പോവാം. പാത്രം കണ്ടോ? നല്ല ചൂടുണ്ടായിരുന്നു. ഇതിനകത്ത് മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടേക്കുന്നത്. നമ്മുടെ ബദാമുണ്ട്, പിന്നെ കുങ്കുമപ്പൂ ഉണ്ട്, പിന്നെ വാൾനട്ട് ഉണ്ട്,
കശ്മീരി ഷിർമാൽ എന്നാണ് എന്നോട് പറഞ്ഞത്, ഇതിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ കഹ്വാപ്പാനിയുടെ കൂടെ കഴിക്കുന്ന സാധനമാണ്. നമുക്ക് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? മധുരമൊന്നുമില്ല. മധുരമില്ലാത്തൊരു സാധനം നമ്മൾ ഇന്നാൾ കഴിച്ചത്. ഏതാ? ഷുഗറുകാർ കഴിക്കുന്ന ബിസ്ക്കറ്റ്. ഷുഗറുകാർ കഴിക്കാത്ത ബിസ്ക്കറ്റ് ഇല്ലെന്ന്. നമുക്ക് കഴിക്കാനായിട്ട് വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സുകളാണ്. കഫ നല്ല തണുപ്പുള്ളപ്പോൾ കുടിക്കണം. ഇനി നമുക്ക് കുങ്കുമപ്പൂവിന്റെ തോട്ടം കാണാൻ പോവാം. പക്ഷേ ഇപ്പൊ കുറവാന്നാ പറഞ്ഞു കേട്ടോ. ആണോ? പോയി നോക്കാം. തീരാറായിരിക്കും ഇപ്പഴേ. അല്ല, അവര് പറഞ്ഞേ ഇവിടെ മഴ പെയ്തില്ല, അതുകൊണ്ട് എന്തോ തോട്ടത്തിന് അതുകൊണ്ട് വിളവ് കുറവായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞത്. ഈ നിൽക്കുന്നതേ കുങ്കുമപ്പൂ ആണ്. ഇതുപോലെ നിൽക്കുന്നേ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മള് ഹൈവേന്ന് ചെറിയ വഴിയിലേക്ക് കയറി ഗ്രാമങ്ങളിലേക്കുള്ള റൂട്ടിൽ. മഞ്ഞുകാലമാണ് വരുന്നതെങ്കിൽ ഇതുകൊണ്ട് അടുത്ത കൃഷിക്കെല്ലാം നില ഒരുക്കിയിട്ടേക്കുക. ഇതൊരു മസ്ജിദാണ് ഇവിടുത്തെ. ഈ എല്ലാ വീടുകളിലും കണ്ടോ പുല്ലോ കച്ചിയോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? താഴെ തൊഴുത്താ പശുക്കളും നിൽപ്പുണ്ട്. കണ്ടോ, എല്ലാ വീടുകളിലും ഉണ്ട് പശുക്കൾ. മുളകൊക്കെ പറിച്ച് ഉണങ്ങാനിട്ടേക്കുക മുകളിൽ. നമ്മളങ്ങനെ ഉൾപ്രദേശത്തേക്ക് കയറി വരാറില്ലായിരുന്നല്ലേ. ലോഡ് കയറ്റാൻ പോകുന്നതൊക്കെ ചിലപ്പം ഗ്രാമങ്ങളിൽ കൂടെ അല്ലേ. ഇതൊരു മന്ദിരല്ല, പ്രൈമറി ഹെൽത്ത് സെന്റർ. എന്നിട്ട് ആരോഗ്യ മന്ദിർന്ന് എഴുതിയിട്ടുണ്ട്. ഞാനാ മന്ദിർന്ന് എഴുതിയതേ കണ്ടുള്ളൂ. ആരോഗ്യ മന്ദിർന്ന് എഴുതിയേക്കുന്നു. ഇപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മുടെ സുഹൃത്ത് പോയി വണ്ടി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു. അവരുടെ കാർ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. അപ്പം അതിൽ വേണം തോട്ടത്തിലേക്ക് പോകാൻ. ഇനി ഞാൻ മതിലേക്ക് കൂടെ ചാടി നടന്ന്. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാണ്. സുമോയ വണ്ടിയെല്ലാം കിടക്കുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ്. സ്കൂൾ ബസ് ഇവിടെ നിർത്തി ഡ്രൈവർ പിള്ളേർക്ക് മിഠായിയൊക്കെ മേടിച്ചു കൊടുക്കുക. ഇതിവിടുത്തെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ ചന്ദര. പിള്ളേരെല്ലാം കൂടെ ഇപ്പോൾ വണ്ടി എടുത്തോണ്ട് പോകും കേട്ടോ. വണ്ടിയുടെ ചുറ്റും കുറച്ച് പിള്ളേരുണ്ട്. അതിൻ്റെ അകത്തൊക്കെ നോക്കുക. വണ്ടി വന്നു. അപ്പോൾ നമ്മൾ കുങ്കുമത്തോട്ടത്തിലെത്തിയത്. ഈ ഏരിയ ഫുള്ള് കുങ്കുമ കൃഷി ചെയ്യുന്ന ഏരിയയാണ്. അതിലേക്ക് ഓരോ പൂ നിൽപ്പുണ്ട്. അവിടെ കൂടുതൽ പൂ നിൽക്കുന്ന അപ്പുറത്താണ്. കാശ്മീരിന് ഇത് 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ട് നമ്മൾ കുങ്കുമപ്പൂ കണ്ടില്ലായിരുന്നു. ഇത്തവണയാണ് അതിനുള്ളൊരു ഭാഗ്യമുണ്ടായത്. ഇതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂ എന്ന് കേട്ടിട്ടുള്ളായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അകത്തെ ആ നാര് മാത്രമേ നമ്മൾ കുങ്കുമപ്പൂവായിട്ട് കാണുന്നുള്ളായിരുന്നു. പക്ഷെ ഇതാണ് കുങ്കുമപ്പൂവ്. വയലറ്റ് കളറാണ്. ഇതുണ്ട്, ഇതിനകത്ത് ഈ 3 നാരുകളുണ്ടല്ലോ, ഇതാണ് നമ്മൾ കുങ്കുമപ്പൂവായിട്ട് സാധനം. ഈ കുങ്കുമപ്പൂ നമ്മൾ പാലിനകത്തിട്ടൊക്കെ കുടിക്കും. പിന്നെ ഇത് പാചകത്തിന് ഉപയോഗിക്കും. ഈ സഫ്രോണിൻ്റെ ഈ കൃഷിസ്ഥലം ഇദ്ദേഹത്തിൻ്റെയാണ്. हिंदी नहीं, मलयालम। ये सफरोन कश्मीर में यही एरिया में ज्यादा। जैसे हम देखेंगे सैफरॉन की लैंड जो है इसी एरिया में है। इसको बोलते हैं चंदहारा पंपोर। पूरा 3 एरिया इसके मेन आते हैं पूरे इंडिया में या पूरे एशिया में। खाली जो सैफरॉन होता है ये यहाँ पे ही होता है और कहीं नहीं आप देखोगे। पहले नंबर पे आता है स्पेन और ईरान और कश्मीर। अगर हम तीनों में देखेंगे सबसे बेस्ट सैफरॉन, वर्ल्ड का बेस्ट सैफरॉन कश्मीर का सैफरॉन माना जाता है। आप देख रहे हो इसमें हमने कोई मतलब पानी का सुविधा कुछ भी नहीं रखा है। ये जो है नेचुरल चीज है। इसमें हमने कुछ पेस्टिसाइड्स वगैरह भी कुछ नहीं यूज करते हैं। इसमें जो है सब नेचुरल है। जैसे ऊपर से बारिश गिरेगी तो उसी पे चलता है। ഇതേ ഇപ്പൊ ഇവിടെ കുങ്കുമപ്പൂ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് ദിവസത്തോടെ കഴിയുമ്പോൾ ഇവിടെ നിറച്ച് പൂവായിരിക്കും എന്ന് പറഞ്ഞു. 1 മാസത്തിനകം 20 ദിവസം 25 ദിവസം കൊണ്ട് മൊത്തം ഉണ്ടായി വിളവെടുപ്പും കഴിയും. ഇതുണ്ട്, ഇതാണ് ചിനാർ മരം. ഇപ്പം പച്ച കളറാണ്, പക്ഷെ ഇതിന്റെ ഇലയുടെ കളറൊക്കെ മാറാൻ തുടങ്ങും. മഞ്ഞ കളറാവും, പിന്നെ നല്ല ചുവപ്പ് കളറാവും. ഇതുകൊണ്ട് ഇത് ബദാമിന്റെ മരമാണ്. എനിക്ക് വിശ്വാസം വന്നില്ല കേട്ടോ. നമ്മളവിടെ കാണുന്ന ബദാമിന്റെ ഇല വലിയ ഇലയുള്ള മരമല്ലേ. ഇത് വേറെ ഐറ്റമാ. ഇതുകൊണ്ട് ഇത് ചെറുതാ ഇതിന്റെ കായ. അതെ, മുകളിലുണ്ടോ ഒത്തിരി ഉണങ്ങി നിൽപ്പുണ്ട് കായ. എന്തോ ഇപ്പം നമ്മളവിടെ ഡ്രൈ ഫ്രൂട്ട്സ് വന്നില്ല, അതിനകത്ത് ചെറിയ ബദാം കണ്ടില്ലായിരുന്നു. അതിതാ. ഇവിടെ ഈ ബദാം ഇതേ ഇത്രയേ ഉള്ളൂ. ഇതിന് വലുതായി, ഇത് ഇച്ചിരി കൂടെ വലുതായി ഇതാ. പക്ഷേ ഇത് കടിച്ചിട്ട് പൊട്ടുന്നില്ല. ഈ ഒരെണ്ണേ പൊട്ടിയതുള്ളൂ. ഇത്രേ വലുപ്പമുള്ളൂ ഇതിന്. ഇത് കടുക് കൃഷിയാണ്. കടുകിൻ്റെ തയ്യാ. നമ്മളെ ഈ കടുക് നല്ല പൊക്കം വെച്ച് പൂത്ത് നിൽക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളായിരുന്നു. അതെ.
തൈ ഇപ്പോഴാണ് കാണുന്നത്. പഞ്ചാബിലൊക്കെ നമ്മൾ നോക്കുമ്പോഴേ ആ നല്ല പൂത്ത് നിൽക്കുന്നതാണ്. അതെ അതെ. ഇത് ഏപ്രിലൊക്കെ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്, മാർച്ച് ഏപ്രിലൊക്കെ ആവുമെന്ന് അവർ പറഞ്ഞത്. നമ്മൾ ഈ കണ്ട സർസു, അതായത് കടുക്, ഇത് കശ്മീരി സർസു, ഇത് പഞ്ചാബി സിർസു കേട്ടോ. പഞ്ചാബി സർസു. അപ്പം അതായത് പഞ്ചാബി കടുക് ഇത്. അപ്പം അതിന് വ്യത്യാസമുണ്ട്. ഇത് ഇതാണെന്ന് ഹൈബ്രിഡാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കാശ്മീരി ആപ്പിൾ തോട്ടം അല്ലായിരുന്നു കണ്ടിട്ടുള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. ഇത് ഇറ്റാലിയൻ ആപ്പിൾ തോട്ടം കേട്ടോ. ഇതിലെ കായെല്ലാം പറിച്ചതാണ്, സീസൺ കഴിഞ്ഞു പോയി. ഇത് വലിയ മരം പോലെ വെക്കാല്ല, ഈ പൊക്ക വെക്കുള്ളെന്ന് പറഞ്ഞു. ആ ഈ നടുക്കൂടെ എല്ലാം നട്ടേക്കുന്നത് സഫ്രോണാണ്. നവംബർ മാസം ഒരു 20 ആകുമ്പോഴത്തേനും മുഴുവൻ വിളവെടുത്ത് തീരെ ഈ സഫ്രോണ് നമുക്ക് വേണ്ടി കുങ്കുമപ്പൂ പറിക്കുക. പറിച്ചോ പറിച്ചോ, മേണ്ടവർ പഠിച്ചോ, നീ പറിച്ചോടാ. അപ്പോൾ നമ്മളോട് കുങ്കുമപ്പൂ പറിച്ചെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് പറിച്ചെടുക്കുക. ആന കരിമ്പങ്കാട്ടി കയറിയ അവസ്ഥയാവുമെന്ന്. ഒരു കുങ്കുമപ്പൂ ഞാൻ വായിലിട്ടോ. ആഹാ നോക്കി നാക്കാണ്ടി എന്നാ കളറാന്ന് നോക്കി. ആ ഒറിജിനൽ കുങ്കുമപ്പൂ. ടേസ്റ്റ് ഉണ്ടോ? എന്നാ ചവാ? ചെറിയൊരു സ്മെല്ല് പോലെ. നല്ല നാക്കിതേ മഞ്ഞ കളറിൽ ഇരിക്കുന്നു. മഞ്ഞൾ പോലും കഴിച്ച ഇത്രയും മഞ്ഞ കളറാവും. അതെ 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 നോക്കി അങ്ങോട്ട് നോക്കി. അതിനെ ക്യാമറമാൻ കഴിച്ചാൽ കൊള്ളില്ലേ? ഇതേ ഇവൻ്റെ പല്ലെല്ലാം മഞ്ഞ കളർ മുറുക്കിയ പോലെ ഉണ്ട്. എനിക്കൊന്നും ഇവ വലിച്ചു വാരി തിന്നു തോന്നുന്നു. ഇല്ല, ഇത് വലിച്ചു വാരി കഴിച്ചാൽ ശരിയായല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ കുങ്കുമപ്പൂവൊക്കെ പറിച്ച് തിരിച്ച് നമ്മുടെ സുഹൃത്തിൻ്റെ പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നത്. പുള്ളിയാണ് ആരെണ്ട് വിളിച്ചെന്തോ അർജൻറ്റുണ്ട്, പുള്ളിക്ക് പോകാനായി ധൃതി വെച്ച് നിൽക്കുക. അപ്പം നമ്മൾ കുങ്കുമപ്പൂവൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഇതുണ്ട്, ഈ വീടിൻ്റെ മുറ്റത്ത് കാബേജും കോളിഫ്ലവറും ബീട്രൂട്ടും ഒക്കെ ഉണ്ട് കൃഷികൾ. തക്കാളി ക്യാരറ്റും ഉണ്ട്. അത് ക്യാരറ്റ്, അത് ക്യാരറ്റാട്ടോ. എല്ലാ കൃഷികളും ഉണ്ട് കേട്ടോ. ഇത് ചോളം, ഇത് അപ്പുറത്ത് അത് അവിടെ നേട്ടേക്കുന്ന വെളുത്തുള്ളി. ബീട്രൂട്ട് പോലെ ഇരിക്കുകയല്ലേ, വെള്ള കളറിലുള്ള ചെറിയൊരു റോസ് കളറൊക്കെ ഇട്ടത്. ഇവിടുത്തെ വീടിനകത്തെല്ലാം ഇതുണ്ട്. നിലത്ത് മുഴുവൻ പരവതാനി വിരിച്ചേക്കുക. ഇത് വിരിക്കാതെ ഈ നിലത്തോട്ട് കാല് തൊടാൻ പറ്റത്തില്ല, തണുപ്പ് ഭയങ്കര തണുപ്പാണ്. തറയ്ക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം നമ്മൾ ഇവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സും നമ്മുടെ കേരളത്തിലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ പോയ ഒരാൾ വണ്ടിയല്ലേ പെട്ടു നിൽക്കുമായിരുന്നു അവിടെ അല്ലേ. എന്നാ പറ്റി? ഇവിടുത്തെ ചേച്ചിയുടെ ആരാധകര് 4 ലക്ഷത്തി മറ്റേ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചവര് ഭയങ്കര പിള്ളേരെല്ലാം കൂടെ ആണോ? പിള്ളേരെല്ലാം കൊച്ചു പിള്ളേരല്ലെന്ന് വലിയൊരു. എന്നിട്ട് പറഞ്ഞു ദീദി എന്ത് ചെയ്യുന്നു, ഇവിടെ പോലീസ് ആധാരാന്ന് ചോദിച്ചു. ഇങ്ങനത്തെ എങ്ങനെ പറഞ്ഞതൊക്കെ നീ എങ്ങനെ പറഞ്ഞു മനസ്സിലായി? അവരായാണ്ട് മറ്റേ കാശ്മീരി ഭാഷയിലാണ് എന്നോട് സംസാരിക്കുന്നത്. എനിക്കിത് മനസ്സിലാകുന്നൊന്നുമില്ല. ഞാൻ ഹിന്ദിയിലൊക്കെ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി, അതൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പം കശ്മീർ വന്ന് കുങ്കുമപ്പൂ ഒക്കെ കണ്ട് നമുക്കിനി ലോഡ് കയറ്റേണ്ട പുൽവാമയിലേക്ക് പോവാം. അപ്പം നമ്മളത് തിരിച്ച് നമ്മൾ ഹൈവേയിൽ വന്നു. ഇനി നമുക്ക് പുൽവാമയിലേക്ക് പോവാം. പുൽവാമയ്ക്കടുത്ത് നമുക്ക് ലോഡ് ആവുന്നത് മുമ്പേ ആ തോട്ടത്തിൻ്റെ ആൾ പറഞ്ഞില്ലേ. അപ്പം ഈ ലോകത്ത് ഏറ്റവും നല്ല കുങ്കുമപ്പൂവ്, ക്വാളിറ്റി ഉള്ള കുങ്കുമപ്പൂവ് കാശ്മീരിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹൈവേ നിന്ന് മാറി പുൽവാമ റൂട്ടിൽ കയറി. ഹൈവേ എന്നൊരു 14 കിലോമീറ്റർ പുൽവാമ. കാശ്മീരിലെ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള വഴികളെല്ലാം ഇതുപോലെ. കാശ്മീരിലെ ഹൈവേ എന്ന് ഇറങ്ങിയ എല്ലാ വഴികളും ഇതുപോലെ ചെറിയ വഴികളാണ് കൂടുതൽ. അപ്പം നമ്മൾ പുൽവാമ ചെന്നിട്ടേ എന്തെങ്കിലും ഫുഡ് ഇന്നുണ്ടാക്കാം അല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കാം. പുൽവാമയിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പം സമയം എത്ര, 8 മണിയായോ 7:30 ഉണ്ടായി? 7 മണി ആയതേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാം. ഇത് കാക്കാപ്പുറ എന്ന് പറയുന്ന സ്ഥലമാണ്. അതെ, പുൽവാമ ഷോപ്പ് ചെയ്യാനൊക്കെ നേരെ മുഗൾ റോഡിലേക്ക് നേരെ പോയാൽ ചെല്ലും കേട്ടോ. മുഗൾ റോഡ് അറിയാവോ? മുഗൾ റോഡ് കേട്ടിട്ടുണ്ട്, പോയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ ഷോപ്പ് ചെയ്യാനും മെയിൻ ഒരു മാർക്കറ്റാണ്, ആപ്പിളിൻ്റെ ഒരു മെയിൻ മാർക്കറ്റാണ് ഷോപ്പ് ചെയ്യാൻ. ഈ വണ്ടിയെ കൊണ്ടുവന്നുണ്ടോ ആപ്പിളാണ്, ഇതെല്ലാം മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നാ. പുൽവാമയെന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് തീവ്രവാദികളുടെ ആക്രമണം ഓർമ്മ വരുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇതുണ്ട്, ചാർജുണ്ട് 200 രൂപ. നമ്മൾ പുൽവാമ എത്തി. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ, പുൽവാമ മാർക്കറ്റ് ഇത്. അപ്പം നമ്മളത് വണ്ടിയൊക്കെ അവിടെ ഒതുക്കിയിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാനായിട്ട് വന്നതാണ്. ഇത് പുൽവാമ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് മട്ടൻ ടിക്ക. പുൽവാമ മാർക്കറ്റ് ആ സൈഡിൽ. അതെ, അവിടെ ഒത്തിരി വണ്ടികളൊക്കെ ലോഡ് കയറ്റുന്നുണ്ട്. അപ്പം വണ്ടിക്കകത്ത് നിന്നപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തണുക്കാൻ തുടങ്ങി. അതുകൊണ്ട് കോട്ടൊക്കെ പതുക്കെ എടുത്തിട്ടു. നല്ല തണുപ്പുണ്ട്. ഒരു 10 കാണുള്ളൂ. അത്രേ ഉള്ളൂ.
ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഈ മട്ടൻ ടിക്ക. അടിപൊളി സാധനമാണ്. നമുക്കുള്ള ഇതേ റെഡിയായി ഇവിടെ ഉണ്ട്. അതാണ് മട്ടൻ ടിക്ക. ഇതുണ്ടോ മുളകൊക്കെ പുരട്ടി കമ്പേ കുത്തി, അല്ല കമ്പല്ല, കമ്പിയിൽ കുത്തി ചുട്ടെടുത്ത. കൂടെ ഇതേ ഒരു ചപ്പാത്തിയുടെ പകുതി, പിന്നെ ഇതേ ഒരു ചട്നി പോലെ ഉണ്ട്. ചപ്പാത്തിയുടെ പകുതിയും മട്ടൻ ടിക്ക, ഇത് ചട്നി ആയിരുന്നു. ചപ്പാത്തി പകുതിയാണല്ലോ. ആ അങ്ങനെ പകുതി പകുതിയാണ് കൊടുക്കുന്നത്. ഇത് ശാലം റൊട്ടി അതൊക്കെ അടിച്ചങ്ങ് ഊരിയാൽ മതിയായിരുന്നു. ആ മതിയായിരുന്നു, ചൂടാ. പറയാൻ നിൽക്കുന്നവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ. നാം ക്യാ നാം ക്യാ ജി? ഉമർ. ഷിബീർ. ഇവിടെ ജോലിക്ക് കയറിയാണോ? ചെറു കരിഞ്ഞു പോയി. ആ ഇത് പുൽവാമ ടൗണാ. നമുക്ക് ലെഫ്റ്റ് അല്ലേ, തമിഴ്നാട് വണ്ടി. ഇവിടെ 7 മണി ആയപ്പോഴേ കടകളൊക്കെ അടച്ചു. ഇവിടെ അങ്ങനെ അല്ലെങ്കിലും നേരത്തെ കടകളെല്ലാം അടയ്ക്കും. ഇതെല്ലാം ആപ്പിൾ തോട്ടം കേട്ടോ ഈ റൈറ്റ് സൈഡില്. പക്ഷേ മരത്തേൽ കാണുകയല്ല, എല്ലാം പറിച്ചെന്ന് തോന്നുന്നു. രാവിലെ നോക്കാം നമുക്ക്. നമ്മുടെ അവിടെ മറയൂർ ആപ്പിൾ ഉണ്ടല്ലോ. ആ ആ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ഗോഡൗണിൽ നിന്ന് ആപ്പിൾ കയറ്റുന്ന ആപ്പിൾ തോട്ടത്തിന് നടുക്കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത്. തമിഴ്നാട് വണ്ടി 14 അതെ. ഇവിടെ എല്ലാം വാൾനട്ടിന്റെ ട്രീ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കാശ്മീരിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഈ നിൽക്കുന്ന എല്ലാം വാൾനട്ടിന്റെ ട്രീയാണ്. എവിടെ നോക്കിയാലും ആപ്പിൾ വണ്ടികളും ആപ്പിൾ മരങ്ങളും ഒക്കെ ഉള്ളു. നമ്മുടെ ഒരു മലയാളി ജവാനെ കണ്ടു, കാസർഗോഡുകാരൻ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇപ്പം ആ വണ്ടിയിലോട്ട് കയറുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ. ഇവിടെ മാർക്കറ്റിനകത്തോട്ട് കയറുന്നിടത്ത് നല്ല ജാമ. ചെറിയ ആപ്പിൾ ഉണ്ട് കേട്ടോ. ആപ്പിൾ ഇതേണ്ട ഇതേണ്ട ആപ്പിൾ കണ്ടില്ലെന്ന് പറയരുത്. ഇതേണ്ടേ അകത്തോട്ട് ഇത് ഈ വഴി ഇൻഡിക്കേറ്റർ ഇട്ടോ. ഇതുണ്ടോ, ഇവിടെ വന്ന് നമ്മൾ കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ഇതേ ഇങ്ങോട്ട് നോക്കി, ഇഷ്ടം പോലെ കടകൾ. നമ്മളെ വണ്ടിക്കകത്ത് കയറ്റാതെ പോലീസുകാർ തിരിച്ചു വിട്ടു. അപ്പുറം പോയി തിരിച്ചോണ്ട് വരാൻ. നീ തിരിക്കണം, എവിടെ ചെല്ലും എന്നുള്ള കാര്യമാണ്. ചാത്തുണ്ണി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എടുത്ത് തിരിക്കുമായിരിക്കും. ആ അതെ, ക്രോസ് കിടക്കാനുള്ള ഇട ഉണ്ടെങ്കിൽ വട്ടം തിരിക്കും. ചത്തുണ്ണി അങ്ങോട്ട് വേണേ ബാക്കി ഇറക്കടാ. ഇറങ്ങി കയറാൻ വരും. വേണ്ട കോട്ടെ, മുന്നോട്ട് പോയി നോക്കാം. ഇനി അവിടെ ഇറങ്ങിയിട്ട് അതെ, അതുകൊണ്ടാ. ഇതുണ്ട്, ഇതെല്ലാം ആപ്പിൾ മരമാണ്. നമ്മളവിടെ തിരിക്കാൻ ഇച്ചിരി ഇങ്ങോട്ട് ഓടി പോകുന്നു. 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ആപ്പിൾ മരങ്ങളാണ്. മൊത്തം ആപ്പിൾ കൃഷിയുടെ ഏരിയയാണ്. മാർക്കറ്റിനകത്തെ മുഴുവൻ ഭയങ്കര പൊടിയായിരിക്കും. ഭയങ്കര പൊടിയാ. അപ്പോൾ ഇതേ നമ്മൾ മാർക്കറ്റിലെത്തി. അപ്പോഴേ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാം. ഇപ്പോൾ നമ്മളതേ മാർക്കറ്റിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന ഓഫീസാണിത്. വാണിബായി. അതെ, 2 വർഷം മുന്നേ വന്നപ്പോഴുണ്ടായിരുന്നു. അതെ, ഡ്രൈവർമാർക്ക് കിടക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ? ബെഡൊക്കെ. വാണിബായി കൽ കേരള का एक लोड सेट करो. കൊച്ചിൻ കാ ദേക്കോ, കൊച്ചിൻ നൈ തോ കോട്ടയം കാ. ഓക്കെ. മാർക്കറ്റെല്ലാം നല്ല ശാന്തമായി. സമയം 10:30 നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഇവിടെ നല്ല പൊടിയുമാണ്. അപ്പം നാളെ അറിയത്തുള്ളൂ നമുക്ക് ലോഡൊക്കെ നാളെ കയറ്റുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലെ പച്ചാർ മണ്ടിയിലാണ്, പുൽവാമയ്ക്കടുത്തുള്ള. രാവിലെ നമ്മുടെ കോയയേറ്റ് കഞ്ഞിയൊക്കെ വെക്കുക. എന്നാ ഉത്തരവാദിത്വം നോക്കി. സമയം 8:30. അങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? എനിക്ക് വെളുപ്പിന് തണുപ്പുണ്ടായിരുന്നു, ഇപ്പം ചെറിയ തണുപ്പ്. ഇപ്പം കുക്കറിനകത്ത് കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുണ്ട്. പടുതായിട്ട് മൂടിയിട്ടേക്കുന്നുണ്ട്. അത് തമിഴ്നാട് വണ്ടിയാണ്. തണുപ്പ് കാരണമാണ് പടുതായിട്ട് മൊത്തം മൂടിയേക്കുക. ഞാൻ വിചാരിച്ച എന്നാന്നറിയോ, ലോഡ് കയറ്റിയിട്ട് വണ്ടി പടുതായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. ക്യാബിൻ പടുതായിട്ട് മൂടിയേക്കുന്നതാണ്. രാവിലെ മാർക്കറ്റിൽ തിരക്കൊന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ കഴിയണം വണ്ടികളൊക്കെ വരാൻ തുടങ്ങണേ. ഈ വർഷം ആപ്പിളൊക്കെ കുറവാന്ന് തോന്നുന്നു. ഇന്ന് ഗോവം എടുക്കണം കേട്ടോ. രാവിലെ ഇതേ ചായ വെച്ചു വന്നു, ഇപ്പോൾ അതേ കഞ്ഞി ഇട്ടേക്കുന്നു. നീ കറിയും കൂടെ വേണേ വെച്ചോ കേട്ടോ. അല്പം കട്ടനും തിരി ചോറും വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പണി വന്നുണ്ടോ? കറി വെച്ചോ? പരിപ്പ് വയ്ക്കാൻ രാവിലെ. എന്തായാലും വെച്ചോ. ഞാൻ പറഞ്ഞു ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റ് ഇതൊക്കെ വെക്കാമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ സജീവമാവും. പിന്നെ ഇവിടെ പൊടി കാരണം നിൽക്കാൻ വയ്യ. അതിന് മുമ്പ് കഞ്ഞിയും കറിയൊക്കെ വയ്ക്കാം. കഞ്ഞിയും കറി വെച്ച് അടുക്കള അടക്കണം. അടുത്ത ഒരു വണ്ടിയും കൂടെ ലോഡ് ഇറക്കി വരുന്നുണ്ട്. അതെ, അതൊക്കെ പരിപ്പൊക്കെ വെച്ചോളും. അല്ല, എന്നോട് പറയാ ഇട്ട് തരാം, അളവ് അറിയത്തില്ലെന്ന്. ഞാൻ മൊത്തം ഇടും കേട്ടോ. അത് കുഴപ്പമില്ല. പാത്രത്തിൽ കൊള്ളത്തില്ല കുക്കറിനകത്ത്.
വെച്ചോ ഞാൻ കൂടുന്നില്ല. ആ എൻ്റെ ഇട കുലുക്കിയാലൊന്നും വെളിച്ചെണ്ണ വീഴത്തില്ല, അത് ഉറഞ്ഞിരിക്കും, ആ വെയിലത്തെങ്ങാനും വെയ്യും. കുറേ നേരമായി വെളിച്ചെണ്ണ ഒഴിക്കാൻ തുടങ്ങിയിട്ട് വെളിച്ചെണ്ണ വരുന്നില്ല. നമ്മുടെ അടുക്കളയൊക്കെ കാണാൻ വേണ്ടി കുറച്ച് പേര് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. അപ്പം ലോഡ് കയറ്റാനായിട്ട് വണ്ടി അപ്പുറത്തോട്ട് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. വണ്ടി എടുക്കുന്നത് നോക്കി കുറേ പേര് നിൽപ്പുണ്ട്. എടുത്തോ. നമുക്ക് കോയമ്പത്തൂരിനാണ് ലോഡ് അയക്കുന്നത്. പോട്ടെ. ആ ഇനി ഇച്ചിരി നേരം അയക്കും, പോട്ടെ. ആ നേരെ പോയാൽ മതി. പോട്ടെ. മതി കുറച്ചുകൂടെ പോകളെ. ആ മതി ഇച്ചിരട്ടെ. ആ മതി. ഇവിടെ കഞ്ഞി മാത്രം വെച്ചതേ ഉള്ളായിരുന്നു, അന്നേരം ലോഡ് കയറ്റാൻ വേണ്ടി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് തന്നെ മൊത്തം കയറ്റേണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. ഇത് ഇവിടുന്ന് തന്നെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തന്നെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ലോഡിംഗ് ഒക്കെ തുടങ്ങി. ഈ ആപ്പിളല്ല നമുക്ക് കൊണ്ടുപോകാനുള്ള ആപ്പിളാണ്. എല്ലാവരും രാവിലെ നല്ല സ്പീഡിൽ തന്നെ മൊത്തം ഒരുമിച്ച് ലോഡ് ചെയ്താൽ അത് മതിയായിരുന്നു. ഈ മാർക്കറ്റിൻ്റെ എല്ലാവേ പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു വർഷം 2 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. ഈ മുകളിലൊക്കെ ബിൽഡിങ് പണിയാനുള്ളതാണ്. അന്നേരം എല്ലാം നല്ല ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഭയങ്കര പൊടിയാണ്. അല്ല, ഒന്നാം തരം കാശ്മീരി ആപ്പിളായി ഇരിക്കുന്നതല്ല. നമ്മൾ വന്നപ്പോഴത്തേനും ആപ്പിളൊക്കെ പറിച്ചു തന്നു. എന്നാലും നമുക്ക് തോട്ടത്തിൽ വരെ ഒന്ന് തോട്ടത്തിൽ പോകണം. പരിപ്പ് കറിയൊക്കെ ആണോ? പരിപ്പ് കറിയൊക്കെ എങ്ങനെയാവോ എന്തോ. അതിൻ്റെ ഡ്രൈവർ കറി കഴിയൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് എണ്ണ എടുക്കണം, കയറിട്ട് ഓരോ അട്ടി കയറ്റുന്നതനുസരിച്ച് കെട്ടുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ സൈഡിലത്തെ ബോക്സ് ഒക്കെ ചിലപ്പോൾ താഴോട്ട് പോകും. അതെ, ഓരോ അട്ടി ആവുന്നതനുസരിച്ച് കെട്ടണം. അതുമല്ല ആ തകിട് ഉണ്ട്, ആ തകിട് വെച്ച് വേണം കെട്ടാൻ, ഇല്ലെങ്കിൽ ബോക്സ് ഡാമേജ് ആവും. അപ്പോൾ ഈ ഓരോ അട്ടിയുടെ എണ്ണ അവർ പറയും, അത് എഴുതി വെക്കണേ. അകത്തോട്ട് പെട്ടി അങ്ങ് വലിച്ച് അങ്ങനെ ഇങ്ങോട്ട് വരാതെ കയറ് അങ്ങോട്ട് ടൈറ്റ് പിടിച്ചേ. ഞാൻ വലിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് പോരും. ഇങ്ങനെ ഓരോ അട്ടിയാലും കയറിട്ട് കെട്ടണം. ഓരോ അട്ടിയും കയറിട്ട് കെട്ടണം, ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ബോക്സിങ് പോരും. പരിപ്പ് കറിക്ക് എണ്ണ ചേർക്കാണില്ല, അത് എടുത്തു വെക്കാം. അല്ല അതിനകത്ത് മുഴുവൻ ഇനി പൊടി മൊത്തം പൊടിയാവും. എടുത്തു പോയി എന്നിട്ട് പിടിച്ചാണ് കേട്ടോ. അവിടെ വെളിച്ചെണ്ണ ഉരുകിയോ? വെളിച്ചെണ്ണ ഉരുകിയിട്ടില്ല, അതിന് ഈ സ്പൂൺ ഇട്ട് എടുക്കാം. ഇവിടെ 2-3 കാശ്മീർ വണ്ടിയും ലോഡ് കയറ്റുന്നുണ്ട്. അതെല്ലാം ലോഡ് കയറ്റി തീരാറായതാണല്ലോ. അല്ല, കുറച്ച് അത് ഇന്നലെ കുറച്ച് കയറ്റിയത്, ഇന്ന് രാവിലെ ലോഡിങ് തുടങ്ങിയില്ല. അത് അതുണ്ടല്ലോ, ഇതൊക്കെ ആ വണ്ടിയൊക്കെ ഇന്നലെ ലോഡ് കയറ്റി അത്രയും പകുതിയാക്കി വെച്ചേക്കുന്ന. ഒരു വണ്ടിയും കൂടെ അതേ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നു, അതും ജക്ക വണ്ടിയാണ്. ഇപ്പോൾ കോയെ കൊണ്ട് പരിപ്പ് കറി വെക്കാമെന്ന് വെച്ചിട്ട് പകുതി ആയപ്പോഴത്തേനും വണ്ടി മുളിക്കറണ്ടി വന്നു. എന്നാലും കോ പറഞ്ഞു തരുന്ന പോലെ ഞാനിന്ന് വെക്കത്തുള്ളൂ. നീ എന്നോട് പറഞ്ഞേ ഉപ്പൊന്നും കറക്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഉള്ളിയിട്ട് എണ്ണ ചേർത്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കട്ടെ, കഴിച്ചിട്ട് പറയാം. എണ്ണ ഉറഞ്ഞിരിക്കുവാണ്, സ്പൂണ് കൊണ്ട് തോണ്ടിയെടുക്കണം. ഇതിനി ഉറയാൻ വെച്ചാലേ ഇപ്പൊ ഒന്നും കിട്ടത്തില്ല. ഉറയാനല്ല, ഉരുകാൻ വെച്ചാല് ഇത് ഇവന് കടുക് ഇത് അപ്പുറത്തോട്ട് മാറ്റിയിടണമെന്ന്. ഇവിടുന്ന് എല്ലാം ഇവിടുന്ന് തന്നെയാണ് കയറ്റുന്നതെന്ന് ആദ്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. പെട്ടെന്ന് തീരുമാനം മാറുവാണോ? അതെ, അപ്പുറത്തുനിന്ന് ബാക്കി കയറ്റണം. ഇവിടെ ഇത്രയാണ്, പെട്ടെന്ന് ചേർക്ക് വണ്ടി മാറ്റിയിട്ട് കൊടുക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ലോഡ് കയറ്റി കിട്ടുമായിരിക്കും. പെട്ടെന്ന് തന്നെ ആവും, ഇതല്ലേ പകുതി ആകാറായി. അപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബ്രേക്ക് ടൈമാണ്. എല്ലാവരും ചായയും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം വേറൊരിടത്തോട്ട് മാറ്റിയിടണമെന്ന് വണ്ടി പറഞ്ഞു. അവിടുന്ന് തന്നെ ലോഡ് കയറ്റുന്നത് എൻ്റെ ബാക്ക് സൈഡിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞ ഇവിടെ ഒരിടത്തുനിന്നാണ് മൊത്തം ലോഡും കയറ്റുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഇതേ അവിടുന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. ഇതിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് മാറിയാണ് ലോഡ് കയറ്റുന്നതെന്ന് തോന്നുന്നു. ഇപ്പം 3ാമത്തെ സ്ഥലമാണ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടേണ്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ദീദി സുബേ നാസ്ത പണി കിട്ടി. നമുക്ക് പോയി ഖാലി ചായയും മറ്റേ കടിച്ചാൽ പൊട്ടാത്ത പ്ലേറ്റും മേടിച്ച് കഴിക്കും. പ്ലേറ്റോ? ആ സാധനത്തിന് തന്നെ പറഞ്ഞ ഇവിടുത്തെ കാശ്മീരി അതൊക്കെ മറന്നുപോയി. അതെ, പേരൊക്കെ മറന്നുപോയി. രാവിലെ ചോറും സൂപ്പർ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം സൂപ്പറാണോ എങ്ങനെ ഉണ്ടെന്ന്. എന്നാ പിന്നെ ഇനി അത് കഴിച്ചാൽ പോരെ. അതെ, ഞാൻ ആ പടുക കെട്ടാൻ പോയ സമയത്ത് കയറ് കെട്ടാൻ പോയത് ദീദി എന്തോ അവിടെ ഇത് ചെയ്തിട്ടുണ്ട്.
പരിപ്പേറി നശിപ്പിച്ച് കളഞ്ഞാണ്. നശിപ്പിച്ചെന്ന് അത് പറയാൻ വന്നതാ. സമയം 11 മണിയായി. നമുക്ക് ഇപ്പം തൽക്കാലം ഒരു ചായ കുടിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ചോറിനാം. സൂപ്പർ കറിയല്ലേ ഇരിക്കുന്നത്. പിന്നെ സൂപ്പർ കറിയായിരിക്കുന്നത്. ആ എന്നാ പിന്നെ കഴിക്കാൻ. അതെ, ഈ വണ്ടിയല്ലേ ആ ചെറുവണ്ടിയെ കൊണ്ട് ഇറക്കുന്നുണ്ട്. ഇതെല്ലാം കൃഷിക്കാരെ കൊണ്ട് കൊടുക്കുന്ന ഇവിടെ മാർക്കറ്റിൽ. ആപ്പിൾ സീസൺ കഴിഞ്ഞാൽ ഈ വണ്ടി ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ആപ്പിൾ സീസൺ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് ഓരോ ഗ്രാമങ്ങളിലും ഇതുപോലെ മാർക്കറ്റുകളുണ്ട്. ആപ്പിൾ മാർക്കറ്റുകൾ ഇഷ്ടംപോലെ മാർക്കറ്റുകളുണ്ട്. ഒരുപാട് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ആപ്പിൾ മണ്ടികളാണ് കേട്ടോ. മണ്ടന്മാരൊന്നും ഇല്ലേ? ആ, ഞാനത് പറയാൻ വന്നത് എന്റെ ഗോള് കയറി അടിച്ച്. മണ്ടികൾ മാത്രമേ ഉള്ളൂ. ആപ്പിള് കഴിച്ചില്ല കേട്ടോ നമ്മൾ വന്നിട്ട്. ആ, ആപ്പിൾ കഴിച്ചില്ല. ഇതെല്ലാം ഉണ്ടല്ലോ പല വെറൈറ്റിയിലുള്ള ആപ്പിളുകളല്ല. വഴിയില്ല ഇല്ല എന്നാ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു പാർട്ടിയുടെ പേരുണ്ട്. ആഹാ, ഇപ്പോഴാണല്ലോ കാണുന്നത്. പക്ഷെ ഇതിന്റെ പേര് എന്നാ പറയാ, ചിന്നാർ പാക്കിംഗ് ഇന്ത്യ എന്നായിട്ടിരിക്കുന്നു. ചിന്നാറല്ല ചിന്നാറ് ഞാൻ പറഞ്ഞോളാം. ചിനാർന്ന് പറഞ്ഞാൽ ചിന്നാർന്ന് വായിച്ച എങ്ങനെയുണ്ട്? അല്ല, ചെന്നൈ എന്നുള്ളത് ചെന്നൈ എന്നല്ലേ? അതെ അതെ. മാർക്കറ്റിനകത്ത് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട്. നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ചായ വന്നിട്ടുണ്ട്. ഓരോ കേക്കും കൂടെ മേടിക്കാം. ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. അതെ, കശ്മീരി സ്നാക്സ്. അതൊക്കെ എന്നാ സാധനം? അതിൻ്റെ പേരെന്നാന്നോട് ചോദിക്കണം. ഇത് കേക്കാം. അത് ബിസ്ക്കറ്റ്. ആ, ബിസ്ക്കറ്റ്, കാശ്മീരി ബിസ്ക്കറ്റ്. രണ്ട് കളറിലുണ്ട്. മഞ്ഞ കളറും ഉണ്ട്, ചോക്ലേറ്റിന്റെ കളറും ഉണ്ട്. ഇത് എള്ളായിട്ടേക്കുന്ന എള്ള. ആ, കസ്കസോ? ഇവിടുത്തെ ഭായിയുടെ മോനാണ്. വാട്സ് യുവർ നെയിം? കേട്ടില്ല. आवाज नहीं है, थोड़ा जोर से बोलो. Sran. Oh, nice name. LKGB. കൊച്ചിനോട് കേട്ടില്ലെന്ന് മലയാളത്തിൽ പറഞ്ഞു. എങ്ങനെ? അല്ല, ഞാൻ 2-3 പ്രാവശ്യം അല്ലാതെയും ചോദിച്ചായിരുന്നു. അവന് മനസ്സിലായ കാര്യം. അപ്പോൾ കാശ്മീരിൽ നിന്നും തമിഴ്നാട്ടിലേക്കാണ് നമുക്ക് ലോഡ് അയക്കുന്നത്. കോയമ്പത്തൂരേക്ക്. അതെ, ഇതൊരു കാശ്മീർ വണ്ടിയാണ്. നല്ല കളറ്. ഏത് അകലേന്ന് നിന്നാലും കാണാം. മിക്കവാറും ഇവിടെ മറ്റേ ആ ഒരു ഓറഞ്ച് കളറാണ് കൂടുതൽ വണ്ടികൾ. പുതിയ വണ്ടിയായിരിക്കും. ആ, ടെസ്റ്റിങ് കഴിഞ്ഞേ ഉള്ളൂ, പുതിയതല്ല, പഴയ വണ്ടിയാണ്. ഇവിടെ ഭയങ്കര പൊടിയാണ്. ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് എവിടെയെല്ലാം ചെന്നൊന്ന് കുളിച്ചാലേ ഫ്രഷ് ആവുള്ളൂ. ഇച്ചിരി മുന്നോട്ട്. ആ, അത്രയും വേണ്ട. ആ, ഇച്ചിരി പുറോട്ട്. പൊടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അല്ല, ഞാൻ ആ മാസ്ക് എടുത്ത് വെക്കാൻ പറഞ്ഞാണോ? അതിപ്പോൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ മറന്നു എടുക്കാൻ. ആ, എന്നിട്ട് ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇനിയും തുമ്മലും ജലദോഷവും ഒക്കെ തുടങ്ങണം. രാവിലെ വണ്ടികളെല്ലാം ലോഡിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ ചെറിയ വണ്ടികൾ, പിക്കപ്പുകൾ ആപ്പിൾ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന തിരക്കായിരിക്കും. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോഴൊക്കെ അങ്ങനെയല്ലേ. നമുക്ക് ആപ്പിൾ തോട്ടം കാണാൻ പോയി. ഇനി ആപ്പിളെല്ലാം പറിച്ച് തീർന്നു. ഇനി ആപ്പിൾ കാണുമെന്നല്ലോ, 1-2 ഒക്കെ കാണുമായിരിക്കും. നോക്കാം. നമ്മളൊരു 2-3 ആഴ്ചയും കൂടെ മുമ്പ് വരുമായിരുന്നെങ്കിൽ നിറയെ ആപ്പിൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ആപ്പിളൊക്കെ പറിച്ചു. ഇതിവിടുത്തെ വിശാലമായ ഒരു ആപ്പിൾ തോട്ടമാണ്. ഇതെല്ലാം ആപ്പിൾ മരങ്ങളാണ് നിൽക്കുന്നത്. പേരിന് ഒരെണ്ണം പോലും ഇല്ലല്ലോ ഇതിൽ. അപ്പുറമൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അപ്പുറത്തോട്ട് പോയി നോക്കാം. അതിൻ്റെ മുകളിൽ ഒരെണ്ണം നിൽപ്പുണ്ട്. ആപ്പിൾ മരത്തിലേ നല്ല ചുവന്ന് തൊടുത്ത ആപ്പിളൊക്കെ കായ്ച്ചു കിടക്കുന്നത് കാണണമെങ്കിൽ നമ്മളൊരു സെപ്റ്റംബർ മാസത്തിൽ വരണം. അപ്പം നിറയെ ആപ്പിൾ കായ്ച്ചു കിടക്കുന്നതാണ്. സെപ്റ്റംബർ ഒരു പകുതിയോടുകൂടി ആപ്പിളൊക്കെ പറിച്ചു തുടങ്ങും. സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി തന്നെ പറിച്ച് തീരും മിക്കവാറും. ആ, അല്ല, ഒക്ടോബർ ആദ്യമൊക്കെ ആദ്യമൊക്കെ കാണും. ആ, അതെ, കുറച്ച് ആപ്പിൾ അവിടെ പറിച്ചിട്ടിട്ടുണ്ട്. പറിച്ചിട്ടാണ് കേടാന്ന് തോന്നുന്നു. ആ, കേടല്ല, ആ കൂട്ടി വെച്ചേക്കുന്ന കേടാണെന്ന് തോന്നുന്നില്ല. അതേ ഒരെണ്ണം കിടക്കുന്നു. ഇവിടെ 2 എണ്ണം ഉണ്ട്. 1-2 ഒക്കെ ഉള്ളൂ. ഇതുകൊണ്ട് ഇത് ബം ഫ്രൂട്ട് എന്ന് പറയും. ഇത് പിന്നെ സബ്ജിക്കകത്തൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ഇറച്ചിക്കകത്തൊക്കെ ഇടുന്ന കൂടുതലായിട്ടും. ഇത് ഇപ്പോൾ ഇത്രയും വലുത് നമ്മൾ കാണുള്ളൂ, പക്ഷേ ഇത് നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. പക്ഷേ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാണ്. ആ, പക്ഷേ ഇത് മറ്റേ പീറ് പോലെ കണ്ടാൽ അങ്ങനെ നമ്മൾ അതാണ് ആദ്യം ഓർത്തെ. അത് വേണം ഒരെണ്ണം പറിച്ചോ, പക്ഷെ അത് പിഞ്ചായിരിക്കും കേട്ടോ. ഇത് ആപ്പിൾ കണ്ടില്ലെന്ന് വേണ്ട, അതെ, എല്ലാം കേടായ ആപ്പിളാ. അതെ, അവിടെയും കുറേ കിടപ്പുണ്ട്. ഒരെണ്ണം കിട്ടി. ചെറുതാല്ലേ? ചെറുതാണോ?
അത്രേ ഉള്ളത്. തിരികടയാ. നല്ല മധുരമുണ്ട്, നല്ല വെള്ളമുണ്ട്. അതെ അവിടെ ആണ്ടാണ്ടോ കിട്ടിയോ? കിട്ടി, എൻ്റെ കയ്യിലല്ലെന്നേ ഉള്ളൂ. അവരെ ഇതേ രണ്ടെണ്ണം കിടക്കുന്നു. ഇതുകൂടെ പറിച്ചു. ഒന്ന് കുലിക്കാ താഴേക്ക് വീഴും. ചായച്ചു പിടിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ്, നല്ല വെള്ളവും. ഇത് നമുക്ക് നാട്ടിൽ വരുമ്പോഴത്തേനും ഈ ടേസ്റ്റ് കിട്ടുകയില്ല. നമ്മളിവിടുന്ന് മേടിച്ചോണ്ട് പോയാലും വെള്ളമൊക്കെ വലിച്ചു പോകും. ഇത് വാൾനട്ടിൻ്റെ മരമാണ്. മഞ്ഞയുള്ള നിൽക്കുന്നേ, അതെന്തോ സബ്ജി ഉണ്ടാക്കുന്ന സാധനം. അത് ഇതെന്നാന്നുണ്ട്? ഇത് വെളുത്തുള്ളിയാ. ഇത് വെളുത്തുള്ളി കണ്ടോ, ചാല് കീറി വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് കൃഷിക്കായിട്ട് ഇട്ടേക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് ഇത് സാഗ് എന്ന് പറഞ്ഞ പച്ചക്കറി. അതെ, കണ്ടാൽ നമ്മുടെ കാബേജിൻ്റെ ഒക്കെ ഇല പോലെ ഇരിക്കുന്നു. ഇതാ സംഭവം. ഇതാ കേട്ടോ ഇത്. അത് വലുതാവുന്ന പറഞ്ഞു. എന്തെല്ലാം പച്ചക്കറികളല്ലേ. തക്കാളി കിടക്കുന്നു ഇവിടെ. തക്കാളിയൊക്കെ പിന്നെ നമ്മുടെ ഇവിടെ വഴിയിലെല്ലാം ഇഷ്ടംപോലെ നമ്മൾ കാണുന്ന. ഇതേ കത്രിക്ക, ബേഗൻ, കത്രിക്കയും പച്ചമുളകും ഉണ്ട് കേട്ടോ അതിനിടയ്ക്ക്. ബീട്രൂട്ട് നിൽപ്പുണ്ട് കണ്ടോ. ഇതല്ല ചെമ്മരിയാടിൻ്റെ രോമം വെട്ടുന്നത് കണ്ടോ. ഇതാദ്യമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രത്യേക കത്രികയാണ് കയ്യിലിരിക്കുന്നത്. എന്നെ സ്പീഡിലാന്ന് നോക്കി. രതീഷ്. नहीं कश्मीर हर साल में आते हैं. वो क्या लगता है? वाइफ है. അയ്യോ, ഇതിന്റെ രോമെല്ലാം കട്ട് ചെയ്തെടുക്കുവാണോ? ഉണ്ടോ, ഇതുവരെ കാണാത്തൊരു കാഴ്ചയല്ലേ. അതെ അതെ. ആ കത്രിക ഉണ്ടോ പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്? അതിനെ അവിടെ കിടത്തിയേക്കുക. അപ്പൊ ഇപ്പൊ തണുപ്പ് കാലമല്ലേ വരുന്നത്, ഇവർക്ക് തണുക്കുമല്ലോ. തണുപ്പില്ലല്ലോ, ആയില്ലല്ലോ. അന്നേരത്തേനും രോമം ആവുമായിരിക്കും. ഈ ചെമ്മരിയാടിന്റെ ഒക്കെ രോമം ഇനി കട്ട് ചെയ്യാനുള്ളതാ. ഒരു വെളുത്ത, അപ്പുറത്തൊരു കറുത്തത്, അപ്പുറേ കുറേ കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട്. ഇതിൻ്റെ രോമം വളർന്നു വരണമെങ്കിൽ 2-3 മാസം എടുക്കും. ഞാൻ ചോദിച്ചു തണുപ്പാകുമ്പോൾ തണുക്കിയല്ലെന്ന്. കുഴപ്പമില്ലെന്നാണ്. ചേർത്ത് കട്ട് ചെയ്യുന്നുണ്ടോ? വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അതിൻ്റെ മുറിയാതെയൊക്കെ. അയ്യോ, ഇതുണ്ടായിട്ട് അധികം ദിവസം ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. പോവാണോ? അമ്മയാന്ന് തോന്നുന്നു. ആണോ? അതെ 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 അതെ. അതേ പോയി പാല് പിടിക്കുന്നു. കുറച്ച് വാൾനട്ടും കിട്ടിയിട്ടുണ്ട്. ഒരു സഞ്ചി എടുത്തോണ്ട് വരേണ്ടതായിരുന്നു. അത് ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. ആപ്പിളിൻ്റെ ഇല തിന്നല്ലേ? അതേ ആപ്പിളുണ്ട് കേട്ടോ. ഇതിന്റെ രോമം മൊത്തം കട്ട് ചെയ്തു കണ്ടോ. അത് സ്വതന്ത്രയായി. നമ്മളിപ്പം പാല് പിടിക്കുന്നുണ്ടല്ലേ അമ്മ ചെമ്മരിയാടിൻ്റെ, അതിൻ്റെ രോമം കട്ട് ചെയ്യാൻ തുടങ്ങിയത്. മറ്റേതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞു, അതിനെ പറഞ്ഞു വിട്ടു. ഇനിയേ വളരെയേറെ പ്രോസസ്സിങ് കഴിഞ്ഞാലേ കംപ്ലീറ്റ് ഡ്രസ്സുകളാവത്തുള്ളൂ ഇതൊക്കെ. അതുകൊണ്ട് ഇതേ കുറച്ച് ആപ്പിളും കൂടെ പറിക്കാനുണ്ട്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഈ ആപ്പിൾ മരങ്ങളൊക്കെ നിറച്ച ആപ്പിളുകളായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഇതെല്ലാം കുറേ നിൽപ്പുണ്ട്. അതുണ്ടോ പച്ച ആപ്പിൾ അപ്പുറം നിൽക്കുന്നുണ്ട്. അത് പഴുക്കുന്നോളായിരിക്കും, കളറാവുന്നോളായിരിക്കും. വലിപ്പമായല്ലോ. ചിലപ്പോൾ ഈ കളറായിരിക്കും. പല വെറൈറ്റിയിലുണ്ടല്ലോ. ഈ ആപ്പിൾ മരത്തിൻ്റെ ഇടയ്ക്കൂടെ പിയർ മരങ്ങളും നട്ടിട്ടുണ്ട്. അപ്പം ഒരു പിയർ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വെള്ളമാണ്. ഇന്നലെ ഞാനിങ്ങനെ ഓർത്തോളൂ ഈ ചെമ്മരിയാടിൻ്റെ രോമം കട്ട് ചെയ്യുന്നൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിലെന്ന്. ഇത് കറക്റ്റായിരുന്നു കണ്ടോ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലി ചെയ്തു കേട്ടോ. എൻ്റെ ദേഹത്തൊന്നും കത്രികയൊന്നും കൊള്ളാതെ. ഇതാണ് ഈ രോമം കട്ട് ചെയ്യുന്ന കത്രിക ചെയ്തത് കണ്ടോ. കെട്ടി വെച്ചേക്കോ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ ഞെക്കി ചെയ്തോണ്ട് അതുണ്ട്. ബയ്യ ഓക്കെ ബൈ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ തന്നെ അതെ ഈ ഇലകളെല്ലാം പൊഴിയും. ഇപ്പോൾ മഞ്ഞുകാലം തുടങ്ങാറായി. നവംബർ പകുതിയോടുകൂടി ഇവിടെ എല്ലാം മഞ്ഞ് പെയ്യാൻ തുടങ്ങും. പിന്നെ ഇവിടെ വെള്ള കളർ മാത്രമേ കാണത്തുള്ളൂ. ഈ ഇലയെല്ലാം പൊഴിയും. എല്ലാം പൊഴിയും. നമ്മൾ അന്നേരം കാണുവാണെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ ഒരു ഉണക്കമരം നിൽക്കുന്ന പോലെ തോന്നത്തുള്ളൂ. കമ്പ് മാത്രമേ കാണുള്ളൂ.
ആപ്പിളൊക്കെ തീർന്നെങ്കിലും നമുക്ക് കഴിക്കാനുള്ള കുറച്ച് ആപ്പിളുകളൊക്കെ കിട്ടി. ഫ്രഷ് ആപ്പിൾ. ഇതെല്ലാം ആപ്പിൾ കയറ്റാൻ വേണ്ടി വന്ന് കിടക്കുന്ന വണ്ടികളാണ്. പക്ഷെ ഭയങ്കര പൊടിയാണ് അന്തരീക്ഷത്തിൽ. എന്താ പൗഡർ പോലുള്ള മണ്ണാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് വണ്ടിയൊക്കെ പോകുമ്പോൾ എന്നാ പൊടിയാന്ന് ചോദിച്ചു. എൻ്റെ മുടിയൊക്കെ ഇനി ഷാമ്പു ഇട്ട് കഴിയാലും ചെളി പോകുമെന്ന് തോന്നില്ല. അവിടെ വണ്ടി ലോഡ് കയറ്റി കഴിയാറായി കാണും. ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഓഫീസിനകത്തിരുന്നോ, ഞാൻ പോയി കെട്ടട്ടെ. ഓ വേണ്ട, ഞാൻ വണ്ടിയെ വന്നിരുന്നോളാം. ഇപ്പൊടിയും കൊണ്ടോ? വണ്ടിക്കകത്ത് കയറിയിരുന്നോ? ആപ്പിൾ വണ്ടികൾ വരാൻ തുടങ്ങി. കൃഷി സ്ഥലത്ത് നിന്നൊക്കെ ആ വണ്ടിയിലേക്ക് കൊണ്ടുവരുന്ന വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഭയങ്കര തിരക്ക്. വൈകുന്നേരം ഭയങ്കര തിരക്കാ. പിക്കപ്പ് കൂടുതൽ ഈ ടാറ്റയുടെ 200 ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ഇവിടെ. എക്കാലം രാവിലെ വെയിൽ തെളിയാൻ തുടങ്ങിയപ്പോൾ, രാവിലെ അല്ല ഇപ്പോൾ 1 മണിയായി കേട്ടോ, വെയിൽ തെളിയാൻ തുടങ്ങിയപ്പോൾ തണുപ്പൊക്കെ പോയി ഒരു ചൂടായി. വെയിലത്ത് നിൽക്കുമ്പോഴേ തണുപ്പുള്ളൂ. ആ തണുപ്പത്ത് നിൽക്കുമ്പോൾ തണലത്ത് നിൽക്കുമ്പോൾ മൊത്തം തിരിഞ്ഞു പോകാണല്ലോ ഇപ്പോൾ. ഇവിടെ നീ പൊടിയെല്ലാം കൂടെ അടിച്ചിട്ടാന്ന് തോന്നുന്നു. ആർക്കറിയായിരിക്കും, എന്തോ എവിടെയോ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടുത്തെ വണ്ടികളെ കൂടുതൽ ഈ മഞ്ഞ പെയിൻ്റ് അല്ല ഓറഞ്ച് പെയിൻ്റാണ് കൂടുതലും. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ പോയി കഴിഞ്ഞാൽ അധികം ഒന്നും കയറിയിട്ടില്ല, ഒരട്ടിയേ കയറ്റുള്ളൂ. ആകാശം വണ്ടിക്കകത്ത് കയറി കിടക്കണം, ഒന്ന് തട്ടിക്ക്. ആഹാ കിടന്നുറങ്ങുമായിരുന്നോ? പിന്നെ വാളിലിട്ട് വേണോ? നട്ട് പോകുമ്പോ തിന്നാന്ന്. ആപ്പിള് കഴിയോ? കഴി ഒരാപ്പിള് കഴിച്ചു കഴിഞ്ഞു. ഇതന്നെ ഇവർ നിർത്തിയാനാടാ എന്നാ പറഞ്ഞു? ആണോ? ഏക്കാലും അത്യാവശ്യം ആപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെണ്ണം നിർത്തിയിട്ടുണ്ടായിരുന്നു ആപ്പിൾ മരത്താൽ. ഇതുണ്ട്, വെള്ളം ഉണ്ടല്ലോ, മുറിച്ചപ്പോഴത്തേനും വെള്ളം കരിമ്പ് ജ്യൂസിന്റെ രുചിയാണ് ആപ്പിളിന്. നല്ല മധുരം. പൊടിയടിച്ചിരിക്കുന്നു തലേ വയസ്സായത് പോലെ കേട്ടല്ലേ? അവന് നിന്റെ പറച്ചിൽ ചേട്ടാ വയസ്സായില്ലെന്ന് തോന്നുന്നു. ചേട്ടാ വരുന്ന വഴിക്ക് നമ്മൾ ആ പോലീസുകാരൻ പറഞ്ഞ അറിയാലോ. മൂത്ത മോള. ഓ വീണ്ടും നാണം. അത് കാണുമ്പോഴേ എനിക്ക് ചിരി വരുന്നത്. അയ്യോ, ഇപ്പം സമയം 2 മണിയായി. എന്നാൽ പിന്നെ ചോറുണ്ടാക്കാം. ആകാശിൻ്റെ പരിപ്പ് കറിയായിരുന്നു, എങ്ങനെ ആവുമോ എന്തോ. പറയാനേ വാക്കുകളില്ലാത്ത പരിപ്പ് കറിയായിരിക്കും. കഴിച്ചു നോക്കാം. ആപ്പിളാ ലോഡും കയറ്റി വെച്ചേക്കുന്നേ. ഇനി പരിപ്പ് കഴിച്ച് പണിയാവോന്നല്ലേ? വേഗം കൈ കഴുകിയിട്ട് പൊടി കയറുന്നു. അതെ അവിടെ ഇരുന്നാൽ മതി. എടുത്തോ, വിളമ്പിക്കോ. പരിപ്പ് കറി എന്നാടാ ഇത്? കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. ചേട്ടാ മഴക്കാലത്ത് മീനച്ചിലാറ് കര കഴിഞ്ഞല്ലേ ഒഴുകുന്നുള്ളൂ. അതെ, അതിന്റെ മിനിയേച്ചർ അത്. നോക്കാം, കഴിച്ചു നോക്കട്ടെ. വെള്ളം ഇച്ചിരി കൂടി പോയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായാൽ മതി. നിനക്ക് തന്നെ ആദ്യം തരാം, നീ കഴിച്ച് പരീക്ഷിച്ചിട്ട് ഞങ്ങൾ കഴിച്ചാൽ മതിയല്ലോ. ഞാൻ ഉദ്ദേശിച്ച അത്ര സെറ്റായോ ഇല്ലയോ എന്നൊരു സംശയം. അല്ല, കൂട്ടി നോക്കാനൊന്നുമില്ല, എല്ലാം കുറവായിരിക്കും. പരിപ്പ് അച്ചാറും ഉള്ളൂ, ചോറും മതി. ഇല്ലെങ്കിൽ ഇവിടുത്തെ പൊടി കൂട്ടി ചമ്മന്തിപ്പൊടിയാന്ന് പറഞ്ഞ് കഴിക്കേണ്ടി വരും. ഓ സൂപ്പർ തന്നെ. അതെ അല്ലേ? എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. അച്ചാറിനെ അതിലും രുചി. അച്ചാറിന് രുചി ഉണ്ടാവും. ചേട്ടൻ പരിപ്പ് പുഴുങ്ങി കഴിച്ചിട്ടില്ലല്ലോ? പരിപ്പ് പുഴുങ്ങി കഴിച്ചിട്ടില്ല. ഇതാണോ? കഴിച്ചു നോക്കട്ടെ. പരിപ്പ് പുഴുങ്ങിയത് അച്ചാറും ചോറും. അവരാ ഇനി അപ്പുറം കൊണ്ടിടാൻ പറഞ്ഞു. കഴിച്ചു. കറിക്ക് ഉപ്പില്ല കേട്ടോ. ബാക്കി കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഉപ്പ് കൂടിട്ടെ, എന്നിട്ട് ഉപ്പ് ചേർന്നില്ല. ഞാൻ ഉപ്പ് നോക്കിയില്ലായിരുന്നു. ഇപ്പം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാം. അവന് നല്ലപോലെ കറി വെക്കാനുള്ള സമയം കിട്ടിയില്ലോ, അതുകൊണ്ട് ഇന്ന് ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്കുന്നു. അടുത്ത പ്രാവശ്യം വന്ന വഴിക്ക് നല്ല കറി വെക്കാൻ നിനക്ക് അവസരം തരാം. അല്ലല്ല, ഇതൊരു തുടക്കം മാത്രം. അല്ല, അന്ന് മോര് കാച്ചി നല്ലായിരുന്നു. പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചി. ഞാൻ ബാങ്കിൽ ഇച്ചിരി പൈസ ഇടാൻ വേണ്ടിയിട്ട് വന്ന, അന്നേരം അതെൻ്റെ ഇവിടെ ഒരു
ആപ്പിൾ പറിച്ച് കൂട്ടി ആപ്പിൾ പാക്ക് ചെയ്യുന്നു. ഗ്രേഡിങ്. ഇവിടെ ഗ്രേഡ് ചെയ്തിട്ട് ഓരോ സൈസ് തിരിച്ചിട്ട് പാക്ക് ചെയ്യുക. വലിപ്പത്തിനനുസരിച്ച് തിരിയുക. അതാണ് നല്ല വലിപ്പമുള്ള ആപ്പിളുകളാണ്. ചെറുതും ഉണ്ട്. അപ്പോൾ ഇത് 3 ടൈപ്പ് ആപ്പിളായത്. ഈ പച്ച കാണുന്നത് ഗോൾഡൻ ആപ്പിൾ എന്ന് പറയും. അതിൽ ഇപ്പുറം കിടക്കുന്ന ആ റെഡ് കളറുള്ളത് മഹാരാജി എന്ന് പറയും. അതുപോലെ നോർമൽ സാധാ ആപ്പിൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. इसका क्या बोलते हैं? ബംസൂട്ട്. അത് കറി വെക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഓ സബ്ജി ബനാത്ത है ना? मीट का साथ भी बनाते हैं. ഇറച്ചിയുടെ കൂടെ ആണെങ്കിൽ ഇച്ചിരി നല്ലതാണെന്ന് പറയുന്നത്. ഈ ആപ്പിളിനെ ഞാനിപ്പോൾ ഒരെണ്ണം കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു കഷ്ണം ആപ്പിൾ കഴിക്കുന്നത്, ഈ ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ അതേ കയറ്റി തീരാറായി. ഞാൻ അവിടെ പോയപ്പോഴേ അവിടെ ഒരു തോട്ടത്തിൽ ആപ്പിൾ ഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? ഇവിടെ ഇനി ഒരു ഗോഡൗൺ ഉണ്ട്. നമുക്ക് അവിടെ വരെ വേണമെങ്കിൽ പോവാം. എന്നാൽ പോയിട്ട് വരാം. ഇതൊന്നൊക്കെ 2-3 അട്ടയും കൂടെ കയറണമായിരിക്കും. കയറിട്ടിട്ട് പോവാം. ഇനിയൊരു 1-2 അട്ടയും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് കയറ്റി തീരും. നമ്മുടെ ലോഡ് കയറ്റി തീരുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്ത് പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് വരാം. രാവിലെ ഈ മാസ്ക് എടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് പൊടി കുറച്ച് കഴിച്ചാൽ മതിയായിരുന്നു. ഇനി നമ്മൾ വരുമ്പോഴേ മാർക്കറ്റെല്ലാം അടിപൊളിയാക്കും. ഇതുണ്ടോ മൊത്തം പണി നടക്കുന്നുണ്ട്. ഇവിടെ ആക്കിയാലും വാഷ്റൂമൊക്കെ ഉണ്ട്. അത് നോക്കാനൊരാളും ഉണ്ട്. അതുകൊണ്ട് നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ആപ്പിളൊക്കെ ചെയ്തുകൊണ്ട് ഇവർ പാക്ക് ചെയ്യുന്നുണ്ട്. കച്ചിയൊക്കെ വെച്ചാണ് പാക്ക് ചെയ്യുന്നത്. ഇതേ ആപ്പിള് A ഗ്രേഡും B ഗ്രേഡും C ഗ്രേഡും ഒക്കെ ഉണ്ട്. ഇതുണ്ട്. ഇത് വേറൊരു സൈസ് ആപ്പിൾ. ഇത് അമേരിക്കൻ ആപ്പിൾ എന്ന് പറയും. ഇത് വേറൊരു വെറൈറ്റി ആപ്പിളാണ്, അമേരിക്കൻ ആപ്പിള്. ഇതുണ്ടോ, ഇത് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. വലിപ്പം കുറവാ, ചെറുതാ, പക്ഷെ മധുരമുണ്ട്. എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തേക്കാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോഴാണ് ഏറ്റവും വലിയ പണി കിടക്കുന്നത്. പടുതായിട്ട് കെട്ടണം. ഈ ട്രാക്ടറിലൊക്കെ ആപ്പിളൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നേക്കുന്ന കൃഷി സ്ഥലത്തുനിന്ന് രാവിലെ 9 മണി കഴിഞ്ഞപ്പം നമ്മുടെ ലോഡ് കയറ്റാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതേ സമയം 4 മണി കഴിഞ്ഞു. അന്നേരത്തേനും ലോഡ് കയറ്റി തീർന്നു. ഇനിയിപ്പോൾ പടുതായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാം. നമ്മൾ തന്നെ കെട്ടിയേക്കാം. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് നമ്മുടെ ഡോർ അടയ്ക്കാനി. ഇവിടെ കെട്ടാൻ ആരും ഇല്ലെന്നാണോ പറഞ്ഞത്? കെട്ടാൻ ഇവർക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ കെട്ടണം. ഇന്നേ കയറ് കെട്ടി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ കൈയുടെ പണി വരും. ഏതാ കൈ? അതിൻ്റെ ഗ്ലൗസ് ഇട്ടേ. അതിനുള്ള ഗ്ലൗസ് ഇട്ടേക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ മാർക്കറ്റിൻ്റെ കുറേ ഏരിയയിലും കാണാം വണ്ടിയുടെ മുകളിൽ കയറി നിന്നാൽ. ഇവിടെ ആപ്പിളും കൊണ്ട് വന്നാ പിള്ളേരൊക്കെ ട്രാക്ടറിൽ പടുത കയറ്റി ചേട്ടാ കൂടെ പടുത ഇടാൻ തുടങ്ങുമോ? ചാത്തുണ്ണിക്ക് ഇതൊക്കെ എന്ത് നിസ്സാരം. ട്രാക്ടറൊക്കെ ഉണ്ടോ? 4 ഡ്രൈവർമാരാ, ഭാവിയിലെ ഡ്രൈവർമാരാ. അതെ അതെ അതെ. ഒരു ശകലോടെ ഉണ്ടാക്കണം എപ്പോഴും. അവർ ഞാൻ ഇത് കെട്ടാം, എന്നിട്ട് ഇതങ്ങ് കെട്ടി നില്ല നില്ല ഇതൊന്ന് കെട്ടാ എന്നാ ഡാ ലോസ് ലോസ്. ഓ ഇച്ചിരി ലൂസായിപ്പോണ്ടോടാ, എന്നാ മേടിച്ച്. രാജസ്ഥാനിൽ നിന്ന് നമ്മൾ മേടിച്ച പുതിയ കയറിന്റെ ഉദ്ഘാടനമായിരുന്നു. രാജസ്ഥാനിൽ നിന്ന്, പഞ്ചാബിൽ നിന്നല്ല. പടുതായിട്ട് കയറിട്ട് കെട്ടുന്ന ഏറ്റവും പാടുള്ള പണി. പുറയിലും കൂടുതലാണ് കേട്ടോ, പുറകോട്ട് കൂടുതലാ. വെയിലൊക്കെ പോയി തണുപ്പാകാൻ തുടങ്ങി. അതെ. എന്താ ഈ കയറിന്റെ സുഖം കണ്ടോ? പുതിയ കയറ് നല്ല അടിപൊളി കയറല്ലേ? നല്ല കയറാ, വലിക്കാൻ നല്ല സുഖം. ഒന്നുകൂടെ വലിക്കും. ഏതൊക്കെയാലും ഇന്ന് നമുക്ക് നേരത്തെ ലോഡ് കയറ്റി കിട്ടി. അതുകൊണ്ട് നേരത്തെ നമുക്ക് പോവാം. സാധാരണ നമ്മൾ എവിടെ ചെന്നാലും ലോഡ് കയറ്റി കിട്ടുമ്പോഴത്തേനും പാതിരാത്രിയാവും. സന്ധ്യ ആയപ്പോഴത്തേനും ആപ്പിളുമായിട്ട് ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. ലോഡൊക്കെ ഇറക്കിയിട്ട് പിള്ളേരൊക്കെ തിരിച്ചു പോവാ ട്രാക്ടറിൽ. ടാറ്റയൊക്കെ തന്നു. സമയം ഇപ്പോൾ 5:45. അപ്പം നമ്മുടെ പടുതായൊക്കെ കെട്ടി തീരാറായി. ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. 7 दिन। 7-8 दिन। 2 दिन में आपका लोड हो गया ना यहाँ से? एक ही दिन में होगा। एक ही दिन में हो गया? अच्छा ओके ओके।
कैसे लगा आपको कश्मीर? यहाँ की मंडी आपको कैसी लगी? कश्मीर बहुत सुंदर है। बहुत सुंदर है ना? अगली दफा आओगे, आप मोस्ट वेलकम। अगली दफा भी आओ और यहाँ के लोगों से मिलो। नहीं अच्छे आपने देखी भी होगी यहाँ। फर्स्ट टाइम आए हुए आप कश्मीर के? फर्स्ट टाइम, थर्ड टाइम, First time. फोर्थ टाइम। फोर्थ टाइम। ओके मैम, थैंक्स। अगली दफा भी आओ, कोई नहीं। ഓക്കെ मोस्ट वेलकम। താങ്ക് യു താങ്ക് യു. ओके थैंक्स। താങ്ക് യു. അപ്പോൾ നമ്മൾ ലോഡൊക്കെ അതേ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു 4:30 ആയപ്പോഴത്തേനും ലോഡ് കെട്ടാൻ ഒരു പടുതായിട്ട് കെട്ടാൻ തുടങ്ങിയതാണ്. ഇപ്പം 6 മണിയായി, അപ്പോഴത്തേനും തീർന്നു. ഇവർ ആപ്പിളും കൊണ്ട് വന്നാന്ന് തോന്നുന്നു. അതെ. ഇപ്പം നല്ല തണുപ്പ് തുടങ്ങി, അതുകൊണ്ട് ഞാൻ പതുക്കെ സ്വെറ്ററൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇനിയിപ്പം ബില്ലും വാടക ചീട്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. അപ്പോൾ നമുക്കിനി പുൽവാമയിൽ നിന്നും ജമ്മുവിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.